എന്തായാലും ഇന്ധനവില വീണ്ടും കൂട്ടിയിരിക്കുന്നു. ഡീസലിന് 2 രൂപ 71 പൈസയും പെട്രോളിന് 2 രൂപ 61 പൈസയുമാണ് കൂട്ടിയത്. രണ്ടാഴ്ചക്കിടെ 4ാം തവണയാണ് വില വർധന. വിനിത വി ഡൽഹിയിൽ നിന്നും, ജിബിൻ JB, വിഷ്ണു സുരേഷ്, അജി കുഞ്ഞുമോൻ എന്നിവർ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചേരുന്നുണ്ട്. ആദ്യം വിനിത വിജയിലേക്ക് പോകുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. കുറച്ച് കടുപ്പമാട്ടോ. ഇതിപ്പോൾ ഇന്ന് ബ്രന്റ് ക്രൂഡ് വില രണ്ടാഴ്ചക്കിടെ ഏറ്റവും താഴ്ന്ന നിലയ്ക്കാണ്. എന്നാൽ വില കുറയുന്നതിനനുസരിച്ച് വില കുറയുമെന്ന് ചോദിച്ചാൽ അതില്ല. ഇങ്ങനെ റോക്കറ്റ് പോലെ മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുക. കഷ്ടമാണേ വിനിത. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് അസിത. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കഷ്ടമൊന്നല്ല, പരമ കഷ്ടം തന്നെ പറയേണ്ടി വരും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ 4 തവണയായിട്ടാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 2 ആഴ്ചക്കിടെ ഉണ്ടായ ഈ 4 തവണകളിലായി ഉണ്ടായ വർധനവിൽ ഏതാണ്ട് 8 രൂപയോളമാണ് വർധന ഉണ്ടായിരിക്കുന്നത് പെട്രോളിനും ഡീസലിനും. അതിൽ ആദ്യഘട്ടത്തിൽ 3 രൂപ വീതം വർദ്ധിച്ചു, പിന്നാലെ 90 പൈസ വീതം വർദ്ധിച്ചു. അതിന് പിന്നാലെ വീണ്ടും ഒരു നേരിയ വർധനവ് ഉണ്ടായി. ഇന്നിതാ വീണ്ടും 2 രൂപയോളമാണ് പെട്രോളിനും ഡീസലിനും വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഡീസലിന് 2 രൂപ 71 പൈസയും പെട്രോളിന് 2 രൂപ 61 പൈസയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഡൽഹിയിലേക്ക് വരുമ്പോൾ ഡൽഹിയിലെ കണക്കുകൾ അനുസരിച്ച് ഡൽഹിയിൽ ഡീസലിന് 95 രൂപ 20 പൈസ എന്ന നിരക്കിലേക്കാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ പെട്രോളിന് 102 രൂപ 12 പൈസയായും വർദ്ധിച്ചിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ ഇത് 4ാം തവണയാണ് ഈ വർധന ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പെട്രോളിയം മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലായി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അവർ വ്യക്തമാക്കിയത് ഇങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. നമ്മളുടെ പക്കൽ മതിയായ അളവിൽ ഇന്ധനവും LPG ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷാമത്തിലേക്കൊന്നും രാജ്യം പോകുന്നില്ല എന്നുള്ള വിശദീകരണം അടക്കം അവർ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ഷാമത്തിലേക്കൊന്നും പോകുന്നില്ല എന്ന ആശ്വാസത്തോടു കൂടി ജനങ്ങൾ കഴിയുമ്പോഴാണ് വീണ്ടും ഒരു ഇരുട്ടടി എന്ന നിലയിൽ വീണ്ടും ഇങ്ങനെ ഒരു വർധന ഉണ്ടായിരിക്കുന്നത്. 2 തവണ നേരിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ പോലും 4 തവണകളിലായി ഉണ്ടായ വർധനയിൽ പെട്രോളിനും ഡീസലിനും ഏതാണ്ട് 8 രൂപയോളമാണ് വർധനവ് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വില വർധനവിലേക്ക് തന്നെയാണ് ഈ ഇന്ധന വില മുന്നോട്ട് പോകുന്നത്. ഹാഷ്മി, റെജി തോമസ് ചേട്ടൻ പറയുന്നു, രാജ്യത്ത് പെട്രോൾ ഡീസൽ വില തുടർച്ചയായി ഉയരുന്നത് ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇന്ധനവില വർദ്ധിക്കുന്നതോടെ ചരക്കുകൂലിയും യാത്രാച്ചെലവും ഒക്കെ കുത്തനെ ഉയരും, കുടുംബത്തിന് താളം തെറ്റും. അങ്ങനെ തന്നെയാണ്. തീർച്ചയായും ഇതിൽ ഹാഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഓരോ തവണ കൂട്ടുമ്പോഴും 1 രൂപ 2 രൂപ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ നിരക്കായി തോന്നും. പക്ഷേ ഇതിപ്പോൾ അടുപ്പിച്ച് ഒരു 4-5 തവണ കൂട്ടി ഏകദേശം 10 രൂപയ്ക്ക് അടുത്ത് 8 രൂപയ്ക്ക് 2 രൂപ കൂടുന്നു. അതായത് 1 ലിറ്ററിനാണ് 8 രൂപ. അപ്പോൾ നമ്മൾ ദീർഘദൂര സർവീസിലൊക്കെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിവൃത്തിയില്ലാത്ത വർധനമാണെന്ന് അതിൽ തർക്കം വേണ്ട. ജിബിൻ JB കൂടി ചെയ്യുന്നു. ജിബിൻ, ഈ എണ്ണ കമ്പനികൾക്ക് നഷ്ടമെന്നൊക്കെ ഉടായ്പ പറയുന്ന, ചുമ്മാ പറയുന്ന, അങ്ങനൊന്നുമില്ല. കാര്യം ബ്രന്റ് ക്രൂഡിന് 50 രൂപ വിലയുള്ള കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത ശതകോടികൾ അവരുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഇത് പാവങ്ങളുടെ മണ്ടക്കോട്ട് അടിക്കാനുള്ള പരിപാടിയാണ് ഈ പറയുന്നതൊക്കെ. പോട്ടെ, എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? രാവിലെ പെട്രോൾ പമ്പിൽ പുതുക്കിയ വില അല്ലെങ്കിൽ കൂടിയ വില പ്രാബല്യത്തിൽ വന്നു കാണും അല്ലേ? ഗുഡ് മോർണിംഗ് ജബിൻ. തന്നെയാണ്. കാരണം രാവിലെ നമ്മുടെ ഒരു വാർത്തയുണ്ടായിരുന്നു, ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു എന്ന്. അങ്ങനെ എല്ലാവരും ആശ്വാസമായി ഇരുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ഈ പുതിയ വിവരം വരുന്നത്. അതായത് പെട്രോളിനും ഡീസലിന്റെ വില വീണ്ടും വർദ്ധിച്ചു എന്നുള്ള ഒരു വിവരം വരുന്നത്. നമുക്കറിയാം, ഈ തിരുവനന്തപുരത്തെ നിലവിലുള്ള വിലയനുസരിച്ച് പെട്രോളിന് 115 രൂപ 50 പൈസയും ഡീസലിന് 104.41 പൈസയുമാണ് നിലവിലെ വില എന്ന് പറയുന്നത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ സാധിക്കാത്തതാണ്. കാരണം പലരും ഈ ഇലക്ട്രോണിക് വാഹനങ്ങളിലേക്കൊക്കെ മാറുന്നുണ്ടെങ്കിലും ഏറെക്കുറെ ആളുകളും ഇപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ ഈ ഇരുചക്ര വാഹനങ്ങളെ, കാറുകളെയൊക്കെ തന്നെയാണ്. അതും പെട്രോൾ അടിച്ചു പോകുന്ന വാഹനങ്ങളെയാണ്. ചേട്ടാ, പെട്രോളിനും ഡീസലിനും വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് മാത്രം ഇപ്പോൾ പെട്രോളിന് 2 രൂപ 71 പൈസയാണ് കൂടിയത്. അതായത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം കൂടിയത് 8 രൂപയാണ്. അതിപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലല്ലേ, അതിപ്പോൾ നമ്മൾ ഒരു സർക്കാരുകളെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധിയല്ലേ? ആ പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമല്ലോ. കാശ്മീരാണ് ഈ ജനങ്ങൾ പറയുന്നത്, യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വില വർധന ഉണ്ടാകുന്നത്. അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിലവിലുള്ള സർക്കാരുകളെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ അതല്ല, ഇത് സർക്കാരിന് താങ്ങി നിർത്താൻ സാധിക്കുന്നതാണ്. സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ക്രമാതീതമായി ഈ വില വർദ്ധിക്കില്ല എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകൾ പറയുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഈ സാധാരണക്കാരായ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് ജീവിക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ ഈ ഓൺലൈൻ ഡെലിവറി ചെയ്ത് ജീവിക്കുന്ന ആളുകളെയൊക്കെയാണ്. ഇവർ പ്രതിദിനം, അതായത് ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്റർ ഒരു ദിവസം വാഹനം ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇന്ന് കൂടി 2 രൂപ 71 പൈസ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവർക്ക് ഏകദേശം 200-300 രൂപയാണ് അവർക്ക് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നും പെട്രോളിന് വില കൂടിയിരിക്കുകയാണ്. 2 രൂപ 71 പൈസ. സ്ഥിരം വണ്ടി ഉപയോഗിക്കാത്തവരാ.
അങ്ങനെ സ്ഥിരം വണ്ടി ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചാണ് അവരെ ഏറ്റവും അധികം ബാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഈ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 15,000 20,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഈ ഏകദേശം 100 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ച് ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം അവർക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം 8 മുതൽ 10 രൂപ വരെയാണ് അവർക്ക് വർദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെ അവരുടെ ജീവിത ചെലവും അത് കൂടിയിരിക്കുകയാണ്. ഇത് തന്നെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ ബാധിക്കുകയാണ്. അങ്ങനെ പ്രതിമാസം, അതായത് ഇന്ന് മാത്രം ലിറ്ററിന് കൂടിയത് 2 രൂപ 71 പൈസയാണെങ്കിൽ നമുക്ക് ഈ 10 ദിവസം കൊണ്ട് കൂടിയത് 8 രൂപയാണ്. അങ്ങനെ ഒരു മാസം ഈ 15,000 ശമ്പളം വാങ്ങി ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലാണ് ആ ഒരു തുക വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്. എന്തായാലും ഇവരൊക്കെ ഈ സാധാരണക്കാർ പെട്രോൾ വാഹനത്തിലാണ് പോകുന്നത്. ഈ ഒരു വാഹനമാണ് ഇവരുടെയൊക്കെ ഉപജീവന മാർഗ്ഗമെന്ന് പറയുകയും ചെയ്യുന്നത്. ചേട്ടാ, പെട്രോളിൻ്റെ വില വീണ്ടും കൂടിയിരിക്കുകയാണ്, പെട്രോളിൻ്റെ ഡീസലിൻ്റെ. അപ്പം സാധാരണക്കാരെ നിങ്ങൾക്കാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഇത് കാണാൻ ചേട്ടാ, ഇപ്പോൾ പോകുന്ന വഴി ഓടിക്കൊണ്ടിരിക്കണം, അത്ര അല്ല. അല്ലാതെ മുതലാവോ ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ സംബന്ധിച്ച്? മീറ്റർ കൂടെ മാറ്റി തരാൻ പറയുമോ? അതുകൂടെ ചെയ്യണ്ടേ? ഇപ്പം ഡീസലിൻ്റെ വില മാറ്റി വരില്ല, മീറ്റർ കൂടെ മാറ്റണം. മിനിമം 50 ആക്കി തരണ്ടേ? ഇപ്പോൾ കയറുന്ന ഒരു സാധാരണക്കാർ കയറുമ്പോഴത്തേ അവർ നമുക്ക് 30 തരുള്ളൂ, മീറ്ററിലുള്ളതല്ലേ തരത്തുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യും? നേരത്തെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? നേരത്തെ ഇത് ഓടി മുതലാക്കാൻ പറ്റുമോ? അപ്പോഴും മുതലൊന്നല്ല, ഇപ്പോൾ ടാക്സ്, ഇൻഷുറൻസ് ഇതെല്ലാം കൂടിയില്ലേ. പക്ഷേ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, ഓടുന്ന വഴിയെ ഓടുക, അത്ര തന്നെ. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതായത് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും വരുമ്പോഴേ നമുക്കത് പറ്റില്ല. വണ്ടി വില എന്ന് പറയുന്നത് വണ്ടി വില വെച്ചിപ്പോൾ 4 ലക്ഷം രൂപ അടിച്ചു വരുന്നത്, നമുക്കൊരു 5 വർഷം കൊണ്ട് ഓടി മുതലാക്കേണ്ടത്. ലോൺ വരുന്ന എത്ര എമൗണ്ട് വരുന്നുണ്ട്? നടക്കില്ല. അത് തന്നെയാണ് കാശ്മീർ. ഇതുപോലുള്ള സാധാരണക്കാർ, അതായത് ഉപജീവന മാർഗ്ഗത്തിനായി ഇതുപോലെ ദിവസവും പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഇത് താങ്ങാനാകാത്തതാണ്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പെട്രോൾ ഡീസൽ വില ഇങ്ങനെ വർദ്ധിക്കുന്നത് കാരണം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാമെന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില അതും ഇവരെ കൊണ്ട് താങ്ങാൻ സാധിക്കുകയാണ്. സാധാരണ ഇതിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് 3 ലക്ഷവും 4 ലക്ഷം രൂപയാണ് വിലയെങ്കിൽ അത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരുമ്പോൾ 50,000-ൽ കൂടുതൽ വില അത് തന്നെ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അത് ഇവർക്ക് ഓടി മുതലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പെട്രോൾ വില വർദ്ധിക്കുന്നത് ഇപ്പോൾ 2 അഭിപ്രായമുള്ളവരുണ്ട്. ഒന്ന്, ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിത ചെലവ് താങ്ങാൻ സാധിക്കാത്ത ഒരു തർക്കമില്ല കാര്യത്തിൽ. ആ ചേട്ടൻ പറയുന്നത് പോലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയാണോ കാര്യങ്ങളെന്ന് അറിയില്ല. യുദ്ധത്തിന്റെ പശ്ചാത്തലം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ നമ്മുടെ ഈ ബ്രന്റ് ക്രൂഡിന്റെ വില മാരകമായി കുത്തനെ ഇടിഞ്ഞ പശ്ചാത്തലത്തിൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടില്ലെന്നേ. എന്നാൽ അതിന് സമയം കൂടുന്ന സമയത്തൊക്കെ വല്ലാതെ അനുവാദരഹിതമായി കൂടിയിട്ടുമുണ്ട് എല്ലാ ദിവസവും. ഇവിടെ കുറയുന്നില്ല, അവിടെ കുറയുമ്പോഴും ഇവിടെ കൂടുന്നു. എന്നിട്ട് പറയുന്നത് ഇന്നലെയും കേന്ദ്രത്തിന്റെ വിശദീകരണം വന്നത് കൂടുന്നതിനനുസരിച്ച് ഇവിടെ കൂട്ടുന്നില്ല എന്നൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മുടെ വി മുരളീധരൻ ഇപ്പോൾ സഭയിലിട്ടുണ്ട്. പോട്ടെ, വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അപ്പോൾ കൊച്ചിയിലെ വില പെട്രോളിന് 113 രൂപ 50 പൈസയാണ്, ഡീസലിന് 102 രൂപ 44 പൈസയാണ്. ഒരു നിവർത്തിയില്ല വിഷ്ണു, ജീവിക്കുന്നത് എങ്ങനെ ജീവിക്കുക എന്നുള്ള കാര്യം എന്നെ അവസ്ഥയാണ്. കാശ്മീർ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണിയോടുകൂടി മത്സ്യബന്ധനത്തിന് അല്ലെങ്കിൽ മത്സ്യം എടുക്കാൻ പോകുന്ന ആളുകളൊക്കെ ഇവിടെ സാധാരണഗതിയിൽ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ 99 രൂപ അല്ലെങ്കിൽ 110 രൂപയൊക്കെ ആയിരിക്കും വില. അതിനുശേഷം അവർ ഈ തിരിച്ച് ഒരു 6 മണിയോടുകൂടി വീണ്ടും പെട്രോൾ പമ്പിലേക്ക് എത്തുമ്പോൾ ആ പൈസ അത് 110-ൽ നിന്ന് 113-ലേക്ക് ഉയരുന്ന സാഹചര്യം. അതായത് ഒരു ദിവസം തന്നെ 2 വിലക്ക് പെട്രോൾ അടിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവരെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ ഈ പെട്രോൾ പമ്പിലേക്ക് എത്തുന്നത് ഈ ആഴ്ച മാത്രം, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ 3ാമത്തെ തവണയാണ് ഈ പെട്രോൾ പമ്പിലേക്ക് ഇങ്ങനെ എത്തുന്നത്. ഈ വില വർധനവുമായി ബന്ധപ്പെട്ട് ഇതിൽ വില വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു കുറവ് പോലും സംഭവിക്കുന്നില്ല. ആ വില വർധനവ്, ഈ പെട്രോൾ വില വർധനവ് നമുക്കറിയാം സ്വാഭാവികമായും മറ്റ് കാര്യങ്ങളെയൊക്കെ തന്നെ വസ്തുക്കളെയൊക്കെ തന്നെ കാര്യമായി ബാധിക്കും. കുടുംബ ബഡ്ജറ്റിനെ തന്നെ ഒന്നാകെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചേട്ടാ, പെട്രോൾ ഇന്നും വർദ്ധിച്ചിട്ടുണ്ട്, വില വലിയ പ്രശ്നമാണല്ലേ? പ്രശ്നമാണ്. നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റിനെയൊക്കെ തന്നെ കാര്യമായി ബാധിക്കും. നമുക്ക് നമ്മുടെ പണിയിലെ എല്ലാത്തിനും ബാധിക്കുന്നുണ്ട്. പെട്രോൾ വില വർദ്ധിക്കുന്നതനുസരിച്ച് ശമ്പളത്തിലൊന്നും വർധന ഉണ്ടാവില്ല. വർധനയില്ല. അതെ, ഞാനൊരു കോൺട്രാക്ടറാണ്. പക്ഷേ അതിനനുസരിച്ച് രക്ഷയില്ല. പൈസ കൂട്ടാൻ പറ്റില്ല. പൈസ കൂട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് ഇരിക്കേണ്ടി വരും. പെട്രോൾ വില വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ ജീവിത സാഹചര്യത്തിൽ കാര്യമായ വില വർധനവൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് ഇവിടെ ഈ തൊട്ട് സൈഡിൽ CNG-കൾ, അതായത് പെട്രോളിന്റെ വില വർധനവ് പരിഗണിക്കുമ്പോൾ നമുക്ക് ഈ പെട്രോൾ അടിക്കുന്ന സ്ഥലങ്ങൾ, ഡീസൽ അടിക്കുന്ന സ്ഥലത്ത് വലിയ തിരക്കില്ല. പക്ഷേ CNG വാഹനത്തിന്റെ അവിടെ വലിയ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രധാനമായും പെട്രോളിന്റെ വില ഇങ്ങനെ വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ CNG ഉപഭോഗത്തിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ തിരക്ക് ഈ CNG-യുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്നത്. അത് ഒരുപക്ഷെ ഈ പെട്രോൾ വില വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരിക്കാനാണ് സാധ്യത. നിലവിൽ പെട്രോൾ വില വർദ്ധിച്ചത് കൊണ്ടായിരിക്കും. ചേട്ടാ, ഈ പെട്രോളിൻ്റെ വില വർദ്ധിച്ചതുകൊണ്ടാണോ CNG-യിലേക്ക് മാറാനുള്ള ഒരു പ്രധാന കാരണം?
തീർച്ചയായിട്ടും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒരു ദിവസം വണ്ടി ഓടിച്ചാൽ കിട്ടുന്ന വരുമാനം 3/4 ഭാഗത്തോളം CNG പെട്രോളിലോട്ട് അടിച്ചിട്ടുമ്പോൾ പോകുന്നതാണ്. ഇപ്പോൾ CNG ഒരു മാസത്തിനുള്ളിൽ തന്നെ 6-7 രൂപ ഒരുമിച്ച് ഒറ്റയടിക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ ടാക്സി ഓടിക്കുന്ന ആളുകൾക്കാണ്. ഇത് കസ്റ്റമറിനോട് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ച് തരുകയുമില്ല. അപ്പോൾ അതിനൊരു മാറ്റം വേണം. അതനുസരിച്ചുള്ളൊരു നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളോട് ഈ പറഞ്ഞ പോലെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പലരും. പക്ഷെ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെട്രോളിനും ഡീസലിനും മാത്രമല്ല CNGക്കും വിലവർധനവുണ്ട്. അതും 7-8 രൂപയൊക്കെ ഒരു മാസത്തിൽ കൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ അത് ജീവിത നിലവാരത്തെയും ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിനെയൊക്കെ സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ട് പോക്കിനെയൊക്കെ കാര്യമായി ബാധിക്കും. ഹാഷ്മി, അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ. സീന മുഹമ്മദ് പറയുന്നുണ്ട്, നമ്മുടെ റോഡിലൂടെ ഓടിയാൽ തന്നെ ഓട്ടോയുടെ ആയുസ് ചുരുങ്ങും, കൂടാതെ പെട്രോൾ വിലയും കൂടി, ഇനി ഓട്ടോ വിൽക്കുക എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സീന വീട്ടിൽ ഓട്ടോ ഉണ്ടെന്ന് തോന്നുന്നു. അജി കുഞ്ഞുമോൻ കോഴിക്കോട് ചെയ്യുന്നുണ്ട്. അജി, കോഴിക്കോട്ടെ വില പെട്രോളിന് 113 രൂപ 79 പൈസയാണ്, ഡീസൽ 102 രൂപ 70 പൈസയാണ്, കോഴിക്കോട് 3 രൂപയാണ് കൂടിയത്. അതുപോലെ അജിയുടെ ചിരി കണ്ടാൽ തോന്നുന്നു പെട്രോൾ വില കുറഞ്ഞാണ്. അജിക്ക് തുടക്കം മുതലേ നല്ല സന്തോഷമുണ്ട്. എന്താ അവസ്ഥ? സ്വന്തമായിട്ട് പമ്പുണ്ടോ തോന്നുന്നു അജിക്ക്? ഹഷ്മി അഷദ, രാവിലെ അൻവർ വിളിച്ചിട്ട് പറഞ്ഞു പെട്രോളിന് വില കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ഞെട്ടി, പിന്നെ ചിരിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. കാരണം ഈ വില കേൾക്കുന്ന ആളുകൾ ഓരോ ദിവസം ചിരിക്കുകയാണ്. ഈ പോക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നോർത്താണ് ചിരിക്കുന്നത്. ഞാൻ അഷ്മിക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. 113 രൂപയാണ്, 113 രൂപ 80 പൈസയാണ് സാധാ പെട്രോളിന് ഇന്നത്തെ വില. അത് സ്പീഡ് പെട്രോൾ അടിക്കുന്നത്, അതായത് ഹൈ പെർഫോമൻസ് പെട്രോൾ, സ്പീഡ് പെട്രോൾ. ആ സ്പീഡ് പെട്രോളിന്റെ വില 123.24 രൂപയുമാണ് വില. ഡീസലിന്റെ വില വരുവാണ് 102.73 ഡീസലിന്റെ വില. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. കാരണം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ എല്ലാ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുകയാണ്. അപ്പോൾ ഏത് തലത്തിലായിരിക്കും ആളുകൾ ഇതിനോട് പ്രതികരിക്കുക? കാരണം പ്രതികരിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഓരോ ദിവസത്തെയും വിലവർദ്ധനവ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഞാൻ നിൽക്കുന്ന പെട്രോൾ പമ്പിൽ രാവിലെ ആയതേ ഉള്ളൂ, പമ്പുകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അധികം ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം 6 മണിക്കാണ് ഈ വില അപ്ഡേറ്റ് ആവുന്നത്. 6 മണിക്ക് വില അപ്ഡേറ്റ് ആവുമ്പോൾ രാവിലെ ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കാരണം ഇന്നലെ പെട്രോളിന്റെ വില 110 രൂപ 94 പൈസയായിരുന്നു ഇന്നലത്തെ പെട്രോളിന്റെ വില. അത് ഒരു സുപ്രഭാതത്തിൽ 12 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ അതിന്റെ വില 113 രൂപയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇത് ബാധിക്കുന്നത് സാധാരണക്കാരായ ആളുകളെയാണ്, പ്രത്യേകിച്ച് ഓട്ടോ ഓടിക്കുന്ന ആളുകൾ, മറ്റാളുകളൊക്കെയാണ് ഇത് വലിയ തലത്തിൽ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്ക് ഒരു ചേട്ടനോട് തന്നെ ചോദിക്കാം, പെട്രോളിന് 3 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്, എങ്ങനെ ജീവിക്കും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പണ്ട് നേരത്തെ കൂടുതൽ എമൗണ്ടിന് അടിച്ചത് ഇപ്പം കുറച്ച് കുറയ്ക്കാൻ തുടങ്ങി. ദിവസവും കൂടുകയാണ്. അതെ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും. അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നേരത്തെയൊക്കെ ഫുൾ ടാങ്ക് പെട്രോളും ഡീസലും ഒക്കെ അടിക്കുന്ന ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ 2000 രൂപ കൊണ്ട് വന്നാൽ പോലും ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. നേരത്തെ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ആ ആളുകളൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് വില പലരും അറിയാൻ തന്നെ വൈകി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കിവിടെയുള്ള ഒരു ചേട്ടനോട് ഒരു പ്രതികരണം ചോദിക്കാം. ചേട്ടൻ രാവിലെ ജോലിക്ക് പോവുകയാണ്. ചേട്ടാ, പെട്രോളിന് 3 രൂപ ഒറ്റയടിക്ക് കൂട്ടി, എന്താ പറയുന്നത്? ബുദ്ധിമുട്ടായി വരുവാണ്, എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. എല്ലാത്തിനും വില കൂടുമല്ലോ. അതെ, എല്ലാ സാധനങ്ങൾക്കും വില കൂടി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ പെട്രോളിന്റെ വില കൂടി, നമ്മൾ ആ വിഷമത്തിൽ ഒരു ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ ബിൽമ പാലിന് വില കൂടി, അവിടെയും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഹഷ്മി അസിത ഏറ്റവും എടുത്തു പറയേണ്ടത്. ഓക്കെ, അപ്പൊ ആ വിഷമത്തിലൊരു ചായ കുടിക്കുകയോ? സാധാരണ വിഷമത്തിലുള്ള ആൾക്കാരെ വേറെന്തോ കുടിക്കുന്ന ആരൊക്കെയാ പറഞ്ഞത്? വിഷമത്തിൽ പോയി ചായ കുടിക്കുക, നല്ലതായിരിക്കും, ഗംഭീര ചായല്ലേ. ആര് വിതറാണ്. ഷാജി ചെറിയാൻ പറയാണ്, ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടെന്ന് ചോദിക്കുകയാണ്. 100% ശരിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം വില കൂട്ടി ജനങ്ങൾ മുഴുവൻ നട്ടപ്രാന്തെടുത്തും മനുഷ്യന്മാർ പ്രാന്തായിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തെരുവുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നമ്മൾ കാണുന്നില്ല. ഏതെങ്കിലും ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഒന്നോ പ്രസ്താവനയ്ക്കപ്പുറം എവിടെയെങ്കിലും കാര്യമായ പ്രതിഷേധമോ അങ്ങനെ ജനത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു പ്രതിപക്ഷം നമ്മൾ കാണുന്നില്ല. അവിടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള ആളുകൾ
ഈ അസ്വസ്ഥത ഒക്കെ പുറത്തു പറഞ്ഞുകൊണ്ട് തെരുവിലോട്ടൊക്കെ ഇറങ്ങാൻ പോകുന്നത്. പ്രതിപക്ഷം നമ്മുടെ ഓർത്താൽ നല്ല കമന്റ് കാര്യം. ബോക്സിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അവരുടെ പ്രതികരണം വരുമോ, അവർ പ്രതികരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് ഒരു പ്രതീക്ഷയിലേക്ക് തന്നെ അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിലെ പ്രശ്നം എന്താണ്? ഇതിലെ പ്രശ്നം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും? ബ്രന്റ് ക്രൂഡ് വില 50 രൂപ ആയിരുന്ന കാലം നമുക്കുണ്ട്, 100 രൂപ ആയിരുന്ന കാലം, 50 രൂപ ദീർഘനാളം തുടർന്ന കാലമുണ്ട്. അന്നൊന്നും അതിന്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അന്ന് കുറച്ചു പേരിന് ആരെങ്കിലും എന്ത് വഴിപാട് പോലെ 1-2 തവണ നേരിയതിൽ കുറച്ചു വന്നതിനപ്പുറം അവിടെ ചെറിയ വർധന ഉണ്ടാകുമ്പോൾ ഇവിടെ അനുപാതരഹിതമായി വർദ്ധിപ്പിക്കുന്ന കാഴ്ച ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ. ഇത് ഓരോ ഇലക്ഷൻ കാലത്ത് കുറച്ചാൾ മുമ്പ് ഒരു ബഫർ പീരീഡ് എന്ന മട്ടിൽ അനങ്ങാതിരിക്കും. ഇലക്ഷൻ കഴിയുമ്പോഴേക്കും ഇങ്ങനെ കുത്തനെ കൂട്ടുന്ന ആ പ്രതിഭാസം ജനവഞ്ചനയാണ്, ഒന്നാം തരം ജനവഞ്ചനയാണ്. ആ പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന എണ്ണക്കമ്പനികൾ മാരക നഷ്ടത്തിലാണ് എന്നൊക്കെ പറയുന്നത് കള്ളമാണ്. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അവർ നേരത്തെ ഉണ്ടാക്കിയിട്ട ശതകോടികൾ എന്ന് പറഞ്ഞാൽ അത്രയധികം കോടികൾ ലാഭമായി ഉണ്ടാക്കി അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ക്രൂഡ് വില വർദ്ധിച്ചാലും കൂട്ടിയില്ലെങ്കിലും അവർക്ക് ലാഭത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കൂടി ആകെ പിടിച്ചു പറിക്കാൻ പറ്റുന്നത് പാവം ജനമാണ്. അത് അവർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതെ, ഇനി ഇതിപ്പോൾ വലിയ ആശങ്ക അതാ ഇപ്പോൾ ഈ പ്രതികരണത്തിലൊക്കെ വരുന്നത് പോലെ തന്നെ ഓട്ടോയുടെ നിരക്ക് കൂട്ടണം എന്നുള്ള ആവശ്യം വരുന്നു, ടാക്സിയുടെ നിരക്ക് കൂട്ടണം എന്നുള്ള ആവശ്യം വരുന്നു. ഇനി സ്വാഭാവികമായും പ്രൈവറ്റ് ബസ്സുകാർ അവർ രംഗത്ത് വരും. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലകളെയും ഈ വിലവർധന ആ നിലയിൽ തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അജി കുഞ്ഞുമോൻ പറഞ്ഞതുപോലെ ചായ കുടിക്കാൻ പോയാൽ മിൽമാപ്പാലിന്റെ വില മാത്രമല്ല, സ്വാഭാവികമായും ഈ ഇന്ധന വില വർദ്ധിക്കുമ്പോൾ അത് ചരക്ക് നീക്കത്തെ ബാധിക്കും, എല്ലാ സാധനങ്ങളെയും ബാധിക്കും. ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെന്റിന്റെ അടിസ്ഥാനമാണ്. അതിന്റെ വിലവർധന എന്ന് പറഞ്ഞാൽ സകലമാന മേഖലകളിലും വിലവർധന എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രന്റ് വില $98.83 രണ്ടാഴ്ചകളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. അപ്പോൾ ഇറാൻ അമേരിക്ക സമാധാന കരാറൊക്കെ വരികയാണെങ്കിൽ അത് പിന്നെയും താഴാൻ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 10, 70, 80 പിന്നെയും ബാക്ക് ടു നോർമലിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 2 രൂപ കുറയ്ക്കുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.